ഇന്ന് നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലമാണ്. വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ഇപ്പോ ഞാൻ പറയട്ടെ, നമ്മൾ കാലഹരണപ്പെട്ട ഒരു സ്ഥിതിയിൽ നിൽക്കുകയാണ്. പല കാലത്ത് കാലത്തിനോടൊപ്പം ഓടിയെത്താൻ നമുക്ക് കഴിയണം. അവിടെയാണ് അത് ആരോഗ്യ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും അടിസ്ഥാന സൗകര്യ രംഗത്താണെങ്കിലും എല്ലാ രംഗങ്ങളിലും ആ മാറ്റം ഉണ്ടാകണം. ലോകം മാറുകയാണ്, അത്ഭുതകരമായ രീതിയിൽ ലോകം മാറുകയാണ്. തൊഴിലിന്റെ രംഗങ്ങൾ വരെ മാറുകയാണ്. ഇന്നുള്ളൊരു തൊഴിൽ ഒരു 4 വർഷം കഴിയുമ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ 3 വർഷം കഴിയുമ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഒരു തൊഴിൽ അടയപ്പെടുമ്പോൾ വേറൊരു സ്ഥലത്ത് മറ്റൊരു തൊഴിൽ അവസരം തുറക്കപ്പെടുകയാണ്. അതിനനുസരിച്ച് ഇവിടെ പറഞ്ഞു, മാഷ് പറഞ്ഞു, ഇവിടുത്തെ കോഴ്സുകൾ പറഞ്ഞു, നമ്മുടെ കോഴ്സുകൾ ഔട്ട്ഡേറ്റഡ് ആണ്, കാലഹരണപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ നമ്മൾ ഉണ്ടാക്കും. വിദഗ്ധരായ ആളുകളെ കൊണ്ടുവന്നു. എന്നിട്ട് എന്തിനാ? അവർ ഓരോ സെക്ടറും നിരീക്ഷിക്കും മാറ്റങ്ങൾ, അവർ റിപ്പോർട്ട് ചെയ്യും ഗവൺമെന്റിന്. അതനുസരിച്ച് നമ്മുടെ കരിക്കുലം മാറണം. ആ കരിക്കുലം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ലോകവുമായി ബന്ധപ്പെട്ട് മാറണം. മാറി ആ കോഴ്സുകൾ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അല്ലാതെ കാലഹരണപ്പെട്ട കാര്യങ്ങൾ തന്നെ പഠിച്ചുകൊണ്ടിരുന്നാൽ അവർ പഠിക്കില്ല, അവർ പുറത്തേക്ക് പോകും. അവരെ കുറ്റപ്പെടുത്താൻ കഴിയും. അവർ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. നമുക്ക് അറിവില്ലാത്തതല്ല, നമുക്ക് അറിവുണ്ട്. നമ്മുടെ ആളുകൾക്കൊക്കെ അറിവുണ്ട്. എല്ലാ ഭരണകൂടങ്ങൾക്കും അറിവുകളുണ്ട്. പക്ഷേ ആ അറിവുകൾ അത് സാധാരണക്കാരന് ഉപയുക്തമായ രീതിയിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനെ മാറ്റി അത് നടപ്പാക്കണം. കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി ഏത് പ്രോജക്റ്റും നടപ്പാക്കാനാണ്. പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ നമ്മുടെ ഖജനാവിലെ ഏറ്റവും വലിയ ചോർച്ച അതാണ്. 100 കോടി രൂപയുടെ പദ്ധതി 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ 10 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കില്ല. പൂർത്തിയാകുമ്പോൾ 500 കോടിയാണ്. ആരോടും അക്കൗണ്ടബിലിറ്റി ഇല്ല.